പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വ്യക്തിയുടെ ശുചിത്വം എന്ന് പറയുന്നത് അവരുടെ കാലിൽ നോക്കിയാൽ അറിയാമെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ടല്ലേ. അത് സത്യമാണ് കേട്ടോ. നമ്മൾ മുഖത്ത് ഒരുപാട് മേക്കപ്പ് ഇട്ട് നടന്നിട്ടോ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടോ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. കൈയും കാലും വൃത്തിയാക്കി വെക്കുന്നിടത്തോളം അത്രയൊരു വൃത്തി വേറെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ നിന്നാണ് മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ വീട്ടിൽ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് പെഡിക്യൂർ ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പം 2-3 മാസമായിട്ട് വിൻ്റർ ആയതുകൊണ്ട് വെള്ളത്തിൽ കാല് കുതിർത്ത് വെക്കാനോ ഇങ്ങനത്തെ കുറേ പണികളൊന്നും ഞാൻ ചെയ്യാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ കാല് ഇതായി ഈ കോലത്തിലായിട്ടുണ്ട്. നെയിൽ പോളിഷ് ഒന്നും ഇടാറുണ്ടായിരുന്നില്ല. ഫുൾ ടൈം സോക്സിൻ്റെ അകത്തല്ലേ. അപ്പോൾ പെഡിക്യൂറിലേക്ക് കിടക്കാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ആദ്യം ഒരു കാല് മുക്കി വെക്കാൻ പാകത്തിലുള്ള ഇളം ചൂടുവെള്ളത്തിലേക്ക് 1 ടീസ്പൂണോളം ഷാമ്പു ഒഴിക്കുക. ഏത് ഷാമ്പു വേണമെങ്കിലും ഉപയോഗിക്കുക കേട്ടോ. പിന്നെ ഒരു അരമുറി നാരങ്ങ ഉപയോഗിക്കുക. അതിൻ്റെ മറ്റേ ഭാഗം നമുക്ക് കാലിലിടാൻ വേണ്ടിയിട്ട് ഒരു പാക്ക് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുക. പിന്നെ ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ആയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കാലിതിലെ പോലെ ഇട്ട് വെച്ചിട്ട് ഒന്നിങ്ങനെ കളാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഒരു 10-20-25 മിനിറ്റോളം കാലിങ്ങനെ കുതിർത്ത് വയ്ക്കാം. അപ്പോൾ നമ്മളെ കാലിലുള്ള ഡെഡ് സ്കിൻസും ക്യൂട്ടിക്കിൾസൊക്കെ ഉണ്ടാവില്ലേ, നഖത്തിൻ്റെ ഇടയിലുള്ള അതൊക്കെ നല്ല കുതിർന്ന് വരുമ്പോൾ നമുക്ക് നല്ല സുഖമാണ് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 10-20 മിനിറ്റ് കാല് കുതിർത്ത് വെച്ചതിന് ശേഷം കാലിലുള്ള അഴുക്ക് നീക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പഴയ ബ്രഷിൽ കുറച്ച് ഷാമ്പു ആക്കിയിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. നഖത്തിൻ്റെ ഉള്ളിലും നഖത്തിലൊക്കെ ഉള്ള അഴുക്കുകൾ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് 2 കാലും വൃത്തിയാക്കി ഉരച്ച് തേച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നോ കാലിൻ്റെ സൈഡിലൊക്കെ ഉണ്ടായിരുന്ന മടമ്പിലൊക്കെ ഉണ്ടായിരുന്ന ഡെഡ് സ്കിൻസ് അതൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു കല്ല്, ഈ കല്ല് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് നമ്മളെ തിരുമ്പണ കല്ലൊക്കെ ഉണ്ടാവില്ലേ, വീട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും കല്ലിൽ പോയിട്ട് ഉരയ്ക്കുക. അല്ലെങ്കിൽ ഇതേപോലെ സ്റ്റോൺ എൻ്റെ കയ്യിൽ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ പെഡിക്യൂർ. അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നന്നായിട്ട് ഡെഡ് സ്കിന്നൊക്കെ ഉരച്ച് പോക്കി. അഥവാ മുറിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മുറിവൊന്ന് റിക്കവർ ആകാൻ വേണ്ടിയിട്ടാണ് ആ നാരങ്ങ കൊണ്ട് ഒന്ന് ഉരച്ച് റെഡിയാക്കിയത്. നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം കേട്ടോ പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഈ നഖം വെട്ടാണ്, ഒന്ന് ഷേപ്പ് വെക്കാണ് ചെയ്തത്. ഞാൻ വെട്ടിക്കളയുന്നില്ല. എൻ്റെ കാലിൽ ഞാൻ 10-13 വയസ്സ് മുതൽ കയ്യിലും കാലിലും നഖം വളർത്തുന്ന ആളാണ്. അപ്പോൾ അത് സെറ്റായി നഖം അങ്ങനെയാണ്. പിന്നെ ഇനി വെട്ടുമ്പോൾ എനിക്ക് നല്ല പെയിൻ ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ വെട്ടിക്കളയാറില്ല, ഒന്ന് ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ക്യൂട്ടിക്കിൾസ് ഉണ്ടാവില്ലേ, നഖത്തിൻ്റെ ഇടയിലുണ്ടാവുന്ന കുറേ ഡെഡ് സ്കിൻസ് പോലുള്ള സാധനങ്ങൾ, അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യാന്നറിയോ, എൻ്റെ അടുത്ത് ആദ്യം അതിനുള്ള ആയുധം ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ മിസ്സായിപ്പോയി എൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ യൂസ് ആക്കുന്നത് പഴയ മൂർച്ചം പോയ ബ്ലേഡ് ഉണ്ടാവില്ലേ, അത് ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ആക്കണത്. അപ്പം നമ്മൾ നഖം വിരലോ അങ്ങനെയൊന്നും മുറിവാവില്ല, മൂർച്ചയില്ലല്ലോ അതിന്. അപ്പം നല്ല സുഖമായിട്ട് പോരും. ഓൾറെഡി കുതിർന്ന് കിടക്കല്ലേ, അപ്പോൾ പെട്ടെന്ന് നമുക്കതിങ്ങനെ ഇതേപോലെ ഇങ്ങനെ ചുരണ്ടി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പോരും. ഇപ്പോൾ കണ്ട നല്ല രീതിയിലുണ്ടായിരുന്നു ക്യൂട്ടിക്കിൾസ്. 2 മാസത്തോളമായില്ലേ ചെയ്തിട്ട്. പിന്നെ കാല് നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊരു പാക്ക് ഇടാനാണുള്ളത്. അപ്പോൾ പാക്കിൽ ആവശ്യമായിട്ടുള്ള കാപ്പിപ്പൊടി, നാരങ്ങ നീര്, അരിപ്പൊടിയാണ് വേണ്ടത് കേട്ടോ. അരിപ്പൊടി നല്ല സ്ക്രബ്ബറാണ്. കാപ്പിപ്പൊടി ആണെങ്കിൽ നമ്മളെ കാലിൽ ടാനൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ നല്ലതാണ്. ചെറുനാരങ്ങൻ്റെ കാര്യം പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ ചെറുനാരങ്ങയും. കറുപ്പ് പാടുകളും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പോയി കണ്ട് പാക്ക് ഉണ്ടാക്കണമെങ്കിൽ എളുപ്പം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാമല്ലോ. കാലിൻ്റെ സ്കിന്ന് വരുന്ന ഭാഗത്ത് മൊത്തം തേക്കുക. നമ്മൾ ഈ നഖത്തിലേക്ക് തേക്കണ്ട കേട്ടോ, നഖത്തിലേക്ക് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ ഓൾറെഡി ക്ലീൻ ആക്കി വെച്ചല്ലോ. അപ്പോൾ കാലിലിങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10-20 മിനിറ്റോളം ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ കഴുകി കളയുന്നതിന് മുന്നേ കൈകൊണ്ടൊന്നോ അല്ലെങ്കിൽ കാലുകൾ തമ്മിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം. ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ നല്ലതാണ് കാലിന്. ഞാൻ ഓൾറെഡി നമ്മുടെ കയ്യിൽ നേരത്തെ ഷാമ്പു ഒക്കെ ഇട്ട് വെള്ളം ഉണ്ടായിരുന്നില്ലേ, ആ വെള്ളത്തിൽ തന്നെയാണ് ആദ്യം കഴുകുന്നത്. ഈ ഒരു സ്റ്റെപ്പ് തന്നെ ചെയ്യുമ്പം നമ്മളെ കാലിന് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പാക്കൊക്കെ എല്ലാം ഇട്ട് കഴിയുമ്പോൾ തന്നെ കണ്ടോ കാലിന് നല്ലൊരു ചേഞ്ച് വന്നില്ലേ. ഇത് നോർമൽ ലൈറ്റിലുള്ളതാണ്. ഇനി നന്നായിട്ട് നല്ല ക്ലീൻ വാട്ടറിൽ കഴുകി നന്നായിട്ട് കാല് തുടച്ച് ഡ്രൈ ആക്കി വെക്കുക. ഇനി ഒരു മോയ്സ്ചറൈസറാണ് ഇടേണ്ടത്. എൻ്റെ കയ്യിലിപ്പോൾ ഹിമാലയൻ്റെ ആണ് ഉള്ളത്. അപ്പോൾ ഹിമാലയൻ്റെ മോയ്സ്ചറൈസർ ഇട്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ആ മസാജ് ചെയ്യുമ്പോഴേക്കും നമ്മളെ കാല് ഭയങ്കര സോഫ്റ്റ് ആവും. നമുക്ക് നല്ലൊരു ഫീല് വരും കാലിന്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ തന്നെ മനസ്സിലാവുള്ളൂ കേട്ടോ. മോയ്സ്ചറൈസർ എല്ലാം ഇട്ടതിന് ശേഷം കാല് ഒന്ന് സെറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ നെയിൽ പോളിഷ് ഇടുന്നവരാണെങ്കിൽ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇടാറുണ്ട്, അപ്പോൾ ഞാൻ ഇടുന്നുണ്ട്. കാലിന് മാത്രമല്ല കേട്ടോ ഇതേപോലത്തെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്, നമ്മുടെ കൈക്കും കൊടുക്കണം. മാനിക്യൂർ എന്ന രീതിയിൽ നമുക്ക് കൈക്ക് ഇതേപോലത്തെ സ്റ്റെപ്പുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണാം.